വീണ്ടും സ്വാഗതം വാർത്തകളിലേക്ക്. സ്വർണ്ണവിലയൊക്കെ കുതിച്ചു കയറുന്ന നിങ്ങൾ അറിഞ്ഞായിരുന്നോ? എന്നാൽ കുതിച്ചു കയറിക്കൊണ്ടേയിരിക്കുന്നു സ്വർണ്ണവില. ഇന്ന് മാത്രം കൂടിയത് ഗ്രാമിന് എത്ര രൂപയാണെന്നറിയാമോ? 105 രൂപ. ഇതോടെ പവന് 62,480 രൂപയായി. പ്രദീപ് ജോസഫ് വിവരങ്ങളുമായി ചേരുന്നു. പ്രദീപ്, ഗുഡ് മോർണിംഗ്. സ്വർണ്ണവില ഇത്രയും അധികം കൂടി 62,480 രൂപ എന്ന് പറയുമ്പോഴും ഇതൊരു ആഭരണമായി വാങ്ങണമെങ്കിൽ ഇതിലേറെ 70,000-ഓളം രൂപ നമ്മൾ കൊടുക്കേണ്ടി വരുമെന്നല്ലേ അതിന്റെ സത്യം? മോദി, സ്വർണ്ണവില പിടിച്ചാൽ കിട്ടാത്ത നിലയിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞൊരു രണ്ടാഴ്ചത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ 1-2 ദിവസങ്ങളിൽ മാത്രമാണ് വില അല്പമെങ്കിലും താഴേക്ക് വന്നത്. പക്ഷേ ഒരു ദിവസം താഴേക്ക് വന്നാൽ പിറ്റേ ദിവസം അതിൻ്റെ ഇരട്ടിയായിട്ട് മുകളിലേക്ക് പോകുന്ന ഒരവസ്ഥയാണ്. ഇന്നിപ്പോൾ 62,480 രൂപയാണ് ഒരു പവൻ സ്വർണ്ണത്തിൻ്റെ വില. പണിക്കൂലിയും നികുതിയും മറ്റ് നികുതികളെല്ലാം കൂടി ഉൾപ്പെടുത്തി വരുമ്പോൾ ഏതാണ്ട് ഒരു 67,000 രൂപ കൊടുത്തുവെങ്കിൽ മാത്രമേ ഒരു പവൻ സ്വർണ്ണാഭരണം കേരളത്തിൽ കയ്യിൽ കിട്ടുകയുള്ളൂ. വരും ദിവസങ്ങളിലും വില മുകളിലേക്ക് തന്നെയായിരിക്കും. നമുക്കറിയാം, ഇപ്പോൾ രൂപയുടെ മൂല്യം അങ്ങേയറ്റം താഴ്ന്നു നിൽക്കുന്ന ഒരു നിലയിലാണ്. ഇന്നലെ 87 രൂപയിലും മുകളിലായിരുന്നു രൂപയുടെ മൂല്യം എന്ന് പറയുന്നത്. ഡോളറാണെങ്കിൽ ശക്തി പ്രാപിക്കുകയും ചെയ്യുന്നു. ഇതൊക്കെ തന്നെയാണ് പ്രധാനമായും ഈ സ്വർണ്ണവില വർദ്ധിക്കാനുള്ള കാരണം. മറ്റൊന്ന്, മെക്സിക്കോ, കാനഡ തുടങ്ങിയ രാജ്യങ്ങളുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയിരിക്കുന്ന തീരുവ യുദ്ധം തന്നെയാണ്. അതിൻ്റെ ഒരു ആഘാതത്തിൽ ഓഹരി വിപണിയെല്ലാം വലിയ തകർച്ചയാണ് നേരിടുന്നത്. ഇതും ഇത്തരത്തിൽ സ്വർണ്ണവില വർദ്ധിക്കുന്നതിന് കാരണമായിട്ടുണ്ട്. വിവിധ രാജ്യങ്ങൾ ഇത്തരത്തിലൊരു തീരുവ യുദ്ധത്തിൻ്റെ കാര്യത്തിൽ ആശങ്കപ്പെട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് വരും ദിവസങ്ങളിലും സ്വാഭാവികമായും സ്വർണ്ണവില എന്തായിരുന്നാലും മുകളിലേക്ക് തന്നെ ആയിരിക്കുമെന്നാണ് വിപണി വൃത്തങ്ങൾ പറയുന്നത്.